റബ്ബും ഇവനും മാത്രമായിട്ടുള്ള അബദ്ധങ്ങൾ, റബ്ബും ഇവനും മാത്രം അറിയുന്ന ഇവന്റെ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്തേക്കും. അങ്ങനെയുള്ള അബദ്ധങ്ങളെക്കാളും അങ്ങനെയുള്ള ബാധ്യതകളെക്കാളും ഒരുപടി മുന്നിലാണ് പടപ്പുകളോടുള്ള ബാധ്യത. തൗഹീദിന്റെ കാര്യമല്ല പറയുന്നത്, അതിനുശേഷമുള്ള തൗഹീദുള്ള ഒരാൾ റബ്ബിനോട് അയാൾക്കുള്ള ബാക്കി നമസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ള ചില ബാധ്യതകൾ, അതിനേക്കാളും മുൻപേ പടപ്പുകളോടുള്ള ബാധ്യതക്ക് സ്ഥാനമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അതിൽപ്പെട്ട ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു. അവൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന പെണ്ണാണ്. നിസ്കരിക്കുന്നതിന് പുറമെ രാത്രി നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സദഖ കൊടുക്കുന്നു. പക്ഷെ ആ പെണ്ണിനൊരു കുഴപ്പമുണ്ട്. അവരുടെ അയൽവാസികളെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന പെണ്ണാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഇന്നഹാ ഫിന്നാർ. അവളിലൊരു ഖൈറുമില്ല, അവൾ നരകത്തിലാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു. നിസ്കരിക്കും, വാജിബായത് നിസ്കരിക്കും, സുന്നത്തൊന്നും അധികമില്ല, സുന്നത്ത് നോമ്പുകളൊന്നും അധികമില്ല, ദാനം കൊടുക്കും, വളരെ നിസാരമായ വസ്തു, ആർക്കും വേണ്ടാത്തത്, അങ്ങനത്തെ ദാനം ചെയ്യുന്ന ഒരു പെണ്ണ്. പക്ഷേ അവൾ ആരും ദ്രോഹിക്കുകയില്ല, ആരും ഉപദ്രവിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവളെവിടെയാണ്? സ്വർഗത്തിലാണ്. എന്താണ് അതിന് കാരണം? പണ്ഡിതന്മാർ പറയുന്നു, വല്ലാഹു യതജാവസു അൻ ഹഖ്ഖിഹി വലാകിന്നൽ ഇബാദ് ലാ യതജാവസുന അൻ ഹഖ്ഖിഹിം. അള്ളാഹു അവന്റെ ഹക്ക് എന്ത് ചെയ്യും? അള്ളാഹ് വിട്ടുകൊടുക്കും, പുറത്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. അള്ളാഹു അള്ളാഹ് പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു വിട്ടുകൊടുക്കും. തൗഹീദല്ലാത്ത അവന്റെ ഹക്ക്, നമസ്കാരത്തിന് ശേഷമുള്ള അവന്റെ ഹക്കുകൾ അള്ളാഹു വിട്ടുകൊടുക്കും. പക്ഷേ പടപ്പുകൾ അവരെ ഹക്ക് വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കില്ല, പരലോകത്ത് പിടിക്കും. ആളുകൾ വരും, എന്നിട്ട് പറയും, ഇതാ ضرب هذا واخذ مال هذا, ഇത് ഇവനെ അടിച്ചിട്ടുണ്ട്, ഇവനെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇവരുടെ സ്വത്ത് കവർന്നെടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവളുടെ അല്ലെങ്കിൽ ഇയാളുടെ സൽക്കർമ്മങ്ങൾ എടുത്ത് ഇയാൾക്ക് കൊടുക്കപ്പെടും. സൽക്കർമ്മങ്ങൾ കൊടുത്ത് തീർന്നാലോ പിന്നെ അവരുടെ ദുഷ്കർമ്മങ്ങൾ, അവരുടെ തിന്മകൾ കൂടി ഈ ഉപദ്രവിച്ചവന്റെ മേൽ ചാർത്തപ്പെടും. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് എങ്ങനെയാണ്? അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദിർഹമും ദീനാറൊന്നും ഇല്ലാത്ത പാപ്പരായ ആളാണ് മുഫ്ലിസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മുഫ്ലിസ് ആരാണ്? അല്ലദീ യഅതി ബിസലാത്തിൻ വസിയാമിൻ വസദഖ, നിസ്കാരം, നോമ്പും സദഖയൊക്കെ ആയി പരലോകത്ത് വരുന്ന ആളാണ് മുഫ്ലിസ്. പക്ഷെ അവൻ ദ്രോഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ ഗീതം വെക്കേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ ഹക്കിൽ തൗഹീദ് അവൻ വിട്ടുതരികയില്ല, നമസ്കാരം അവൻ വിട്ടുതരികയില്ല. പക്ഷേ ബാക്കിയുള്ള പല ഹക്കുകളും അള്ളാഹു ഇൻഷാ അള്ളാഹ് ചിലപ്പോ അവൻ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഹക്കിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കണം. ആരോടുള്ള കാര്യം? പടപ്പുകളോടുള്ള കാര്യം. ആളുകളെ ദ്രോഹിക്കരുത്. ആളുകൾക്ക് വലിയ 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 ഉപകാരങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ദ്രോഹിക്കരുത്. കുടുങ്ങും പറല്ലോ. ആളുകളെ പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ അള്ളാഹു വിട്ടുതരും. പടപ്പുകൾ വിട്ടുതരുമോ? ഇല്ല. അള്ളാഹു നീതി പാലിക്കും. നീതിയുടെ നാളാണത്. കൊമ്പുള്ള ഒരാട്, കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതിന് കൊമ്പ് കൊടുക്കുന്നുണ്ട്, അതിനെ കുത്താൻ പറയും. എന്നിട്ട് പിന്നെ മണ്ണായിക്കോളൂ എന്ന് പറയും. അപ്പോഴാണ് മനുഷ്യൻ പറയുക, വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മൃഗങ്ങളെ അള്ളാഹു മണ്ണായി തീരാൻ അനുവദിച്ചതുപോലെ എന്നെയും അള്ളാഹു അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകും. പക്ഷെ മനുഷ്യനെ, ജിന്നുകളെ അള്ളാഹു അങ്ങനെ വിടുകയില്ല. അവർക്കുള്ളതാണ് സ്വർഗവും നരകവും. എന്നാൽ ഈ ഹക്ക്, തൗഹീദാകുന്ന ഹക്ക്, അത് എല്ലാത്തിനും മുകളിലാണ്. തൗഹീദില്ലാത്ത ഒരാൾ ബാക്കി മുഴുവൻ ഹക്കും പാലിക്കുന്നുണ്ട്. അയാള് മാതാപിതാക്കളോട് വളരെ നല്ല പെരുമാറ്റമാണ്, നാട്ടുകാരോട് വളരെ നല്ല പെരുമാറ്റം, എല്ലാവർക്കും അയാളെ പറ്റി നല്ല അഭിപ്രായമാണ്, ഒരു കാര്യവുമില്ല.
ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നിനക്ക് മുമ്പുള്ള നബിമാർക്കും നാം വഹി നൽകിയിരിക്കുന്നു, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും? എല്ലാ അമലും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഹക്ക്, ഒരുപാട് ഹക്ക് പറയുന്നതിന് മുമ്പ് തൗഹീദാകുന്ന ഹക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.